അച്ഛന്റെ പഴയ ഗിത്താറിനോട് ഒറ്റയ്ക്കായി പോയതിന്റെ വിഷമങ്ങൾ തിയോ സംസാരിക്കുന്നത് കണ്ട നാട്ടുകാർ അവനൊരു ഇരട്ടപ്പേരിട്ടു, മെന്റൽ. മിക്കുള്ള സമയങ്ങളിലും അതൊക്കെ ആലോചിച്ച് വിഷമിക്കുന്നതായിരുന്നു അവന്റെ പ്രധാന പരിപാടി. വളരെ ചെറുപ്പത്തിലെ അച്ഛനും അമ്മയും നഷ്ടപ്പെട്ട തിയോയ്ക്ക് കൂട്ടുകാരെയോ കാമുകയോ കണ്ടുപിടിക്കാനുള്ള മനക്കട്ടി ഉണ്ടായിരുന്നില്ല. മരിച്ചുപോയ അച്ഛനോട് സംസാരിക്കാൻ പറ്റുന്നതായിരുന്നു അവന്റെ ആകെയുള്ള ആശ്വാസം. വീട്ടിൽ വെച്ച് കേക്ക് കഴിക്കുന്നത് ഭാര്യ വിലക്കിയത് കൊണ്ട് തിയോയുടെ മുതലാളി കാറിൽ വെച്ച് അത് കഴിക്കുകയായിരുന്നു. വേണ്ട എന്ന് പറഞ്ഞിട്ടും തിയോയ്ക്കും കൂടി അയാൾ അത് കൊടുക്കാൻ ശ്രമിച്ചു. പണ്ടൊരു ക്രിസ്മസ് ദിവസം കേക്ക് കട്ട് ചെയ്യുന്ന സമയത്താണ് തിയോയുടെ അച്ഛൻ ആത്മഹത്യ ചെയ്ത് മരിക്കുന്നത്. അതുകൊണ്ട് കേക്ക് അവനൊരു ട്രോമയായിരുന്നു. പേടിച്ച് ആ കേക്കങ്ങ് തട്ടിക്കളഞ്ഞ് തിയോ അയാളെ കൊണ്ട് ഒരു പോക്കങ്ങ് പോയി. അങ്ങനെ ജോലി നഷ്ടപ്പെട്ടു. സ്റ്റേഷനിൽ വെച്ച് പരിചയപ്പെട്ട ഐപ്പെന്നയാൾ അവന്റെ അവസ്ഥ കണ്ട് മോർച്ചറിയിലെ ആംബുലൻസ് ഡ്രൈവറെ ജോലി കൊടുത്തു. ജീവിച്ചിരിക്കുന്ന ആൾക്കാരൊന്നും അവനെ മൈൻഡ് ചെയ്യാത്തത് കൊണ്ടാകണം അവനെ മരിച്ച ആൾക്കാരോട് സംസാരിക്കാൻ കഴിയുന്ന ഒരു പവർ കിട്ടിയത്. ഇങ്ങനെ ഓരോ ഡെഡ് ബോഡി കൊണ്ടുപോകുമ്പോഴും അവൻ അവരെയൊക്കെ പരിചയപ്പെട്ട് തന്റെ കൂടെ കൂട്ടുമായിരുന്നു. ജീവനുള്ള ആൾക്കാർ അവന് കരയാനുള്ള അവസരങ്ങളാണ് ഉണ്ടാക്കുന്നതെങ്കിൽ മരിച്ചവർ അവനെ സന്തോഷിപ്പിക്കാൻ ശ്രമിക്കാറുണ്ട്. ബന്ധുക്കളെ ഉണ്ടാക്കി അവനങ്ങ് കൊറിയ വരെ പോയി. ആദ്യം വന്ന ആ വയസ്സായ 2 പേർക്ക് ശേഷം പിന്നെ ഒരു ഗുണ്ട വന്നു. അത് കഴിഞ്ഞ് ഫേമസ് ആയിരുന്ന ഒരു റാപ്പറും കൂടി തിയോയുടെ ഫാമിലിയിലേക്ക് ജോയിൻ ചെയ്തു. ഇവരെല്ലാരും കൂടി ചേർന്ന് പൊടിയടിച്ച് കിടന്നിരുന്ന തിയോയുടെ ലൈഫിനെ പെയിന്റ് അടിച്ച് കളറാക്കി. നേരത്തെ ആരെങ്കിലും മെന്റൽ എന്ന് കളിയാക്കി വിളിച്ചാൽ അവനങ്ങ് കേൾക്കാത്തത് പോലെ നടന്ന് പോകാറായിരുന്നു പതിവ്. പക്ഷേ ഇപ്പോൾ ഒരു ഗുണ്ട അവന്റെ ഫാമിലിയിലേക്ക് വന്നതുകൊണ്ട് മെന്റൽ എന്ന് കളിയാക്കി വിളിച്ചവനെ അടിക്കാനുള്ള പ്രചോദനം അവന് കിട്ടി. ഒരു മാടിന്റെ ശരീരവും ഗാംഭീര്യമുള്ള ശബ്ദവുമൊക്കെ ആണെങ്കിൽ പോലും മാടപ്രാവിനേക്കാൾ ചെറിയ ഹൃദയമായിരുന്നു ആ ഗുണ്ടയ്ക്കുള്ളത്. തിയോയ്ക്ക് അവന്റെ പ്രായത്തിലുള്ള ഒരു കാമുകിയെ കണ്ടുപിടിക്കാൻ ശ്രമിക്കുകയായിരുന്നു അവർ. അപ്പോഴാണ് എന്റെ കുടുംബത്തിൽ ഒരു പെൺകുട്ടി മരിക്കാനുണ്ട് എന്ന് ആ പാപ്പൻ പറയുന്നത്. പക്ഷേ വിചാരിച്ച ടൈമിൽ ആ പെൺകുട്ടി മരിച്ചില്ല. അങ്ങനെ അവന്റെ പ്രായത്തിലുള്ള ആരെങ്കിലും ഉണ്ടോ എന്ന് പത്രത്തിലെ ചരമക്കുളത്തിലൊക്കെ അവർ തപ്പി നോക്കി. അവസാനം എങ്ങനെയെങ്കിലുമൊക്കെ ഒന്നിനെ കിട്ടിയപ്പോൾ അവള് മരിച്ചുപോയ തന്റെ കാമുകന്റെ കൂടെ ഓടിപ്പോയി. അങ്ങനെ ഒരു ദിവസം തിയോ തന്റെ പുതിയ കുടുംബക്കാരോട് കാര്യമായിട്ട് എന്തോ സംസാരിച്ചുകൊണ്ട് നിൽക്കുകയായിരുന്നു. ഇത് കണ്ട് അവൻ ഒറ്റയ്ക്ക് നിന്ന് സംസാരിക്കുന്നു. ഇനി വട്ടായോ എന്ന് വിചാരിച്ച് പേടിച്ച് അയ്യപ്പ് അവിടെ നിറങ്ങി ഓടി. പക്ഷെ തിയോ കാര്യങ്ങളൊക്കെ അയ്യപ്പനെ പറഞ്ഞ് മനസ്സിലാക്കി. ഇങ്ങനെ ആംബുലൻസിൽ പൊയ്ക്കൊണ്ടിരുന്നപ്പോൾ ആദരാഞ്ജലികൾ എന്നെഴുതിയ ഒരു പെണ്ണിന്റെ പടമുള്ള ഫ്ലെക്സ് അവരുടെ മുമ്പേ പോകുന്നത് കണ്ടു. തിയോയുടെ പ്രായമുള്ള പെൺകുട്ടി ആയതുകൊണ്ട് അവർ നേരെ ആ ബൈക്കിന്റെ കൂടെ പിടിച്ച് മയണ വീട്ടിലെത്തി. അങ്ങനെ ബോഡിയും കണ്ടു. സാധാരണ ഡെഡ് ബോഡി പോലെ അല്ലായിരുന്നു അത്. അതിന് അനങ്ങാൻ പറ്റുമായിരുന്നു. ഒറ്റയടിക്ക് അത് എണീച്ച് വന്നപ്പോൾ തിയോ അന്തം വിട്ടുപോയി. ചാരു എന്ന പെൺകുട്ടി തന്റെ ബന്ധുക്കാരെ കണ്ടുപിടിക്കാൻ വേണ്ടി സെറ്റ് ചെയ്ത ഒരു നാടകമായിരുന്നു അവളുടെ മരണം. പക്ഷേ ആളെ കണ്ടപ്പോൾ തന്നെ തിയോയ്ക്ക് ഇഷ്ടപ്പെട്ടു. അങ്ങനെ ഞങ്ങൾ നിന്റെ ബന്ധുക്കാരാണെന്ന് കള്ളം പറഞ്ഞ് തിയോ അയ്യപ്പൻ കൂടി അവളുടെ കൂടെ ചേർന്നു. അച്ഛനും അമ്മയും ചെറുപ്പത്തിലെ മരിച്ച കുട്ടിയായതുകൊണ്ട് അവരുടെ സ്നേഹം കള്ളത്തരമാണെന്ന് ചാരുവിനെ കണ്ടുപിടിക്കാൻ സാധിച്ചില്ല. എന്നാൽ അവളുടെ ബർത്ത്ഡേ ദിവസം ഹാപ്പി ബർത്ത്ഡേക്ക് പകരം ഹാപ്പി ലാസ്റ്റ് ബർത്ത്ഡേ എന്ന ഫ്ലെക്സ് അവർ കണ്ടു. അപ്പോഴാണ് ചാരു മരുന്നില്ലാത്ത ഒരു അസുഖബാധിതയാണെന്ന് അവർ അറിയുന്നത്. മരിച്ചാൽ തന്നെ എങ്ങനെ അടക്കണം എന്നൊക്കെ അവൾ ആ ദിവസം പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ തിയോ ഞങ്ങൾ നിന്റെ ബന്ധുക്കാരല്ല എന്ന സത്യം വെളിപ്പെടുത്തിയെങ്കിലും തിയോയുടെ ആ പഴയ ട്രാജിക് ലൈഫിന്റെ കഥ കേട്ടപ്പോൾ അവർക്ക് അവനെ പിരിയാൻ തോന്നിയില്ല. അവർ 3 പേരും തമ്മിലുള്ള ബ്യൂട്ടിഫുൾ മൊമെന്റ് ക്യാപ്ചർ ചെയ്യുന്നതിനിടയ്ക്ക് ചാരു ബോധം കെട്ട് വീണു. മരണക്കിടക്കയിൽ കിടന്നപ്പോൾ എനിക്ക് നിന്നെ കല്യാണം കഴിക്കണം എന്ന ഒറ്റ ആഗ്രഹമായിരുന്നു അവൾ പറഞ്ഞത്. പക്ഷേ അവൾ മരിച്ചതിന് ശേഷമാണ് തിയോയ്ക്ക് ആ ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ കഴിഞ്ഞത്.